2026 ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിർണായകമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം വെച്ചാൽ 2026 തെരഞ്ഞെടുപ്പിൽ വലിയ ആൻറ്റി ഇൻകംബൻസി ഉണ്ട് യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിൽ. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് 24 തെരഞ്ഞെടുപ്പിൽ അവിടെ വലിയ സീറ്റ് നഷ്ടം ബി ജെ പിക്ക് ഉണ്ടായത്. യോഗി ആദിത്യനാഥ് പഴയതുപോലെ ഒരു ഇഫക്റ്റ് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ 2 തവണയായിട്ട് ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ ഉണ്ടായിരിക്കുകയാണ്. അവിടെ സമാജ്വാദി പാർട്ടി നല്ല മുന്നേറ്റം നടത്തുന്നുണ്ട്, കോൺഗ്രസും മുന്നേറ്റം നടത്തുന്നുണ്ട് എന്നുള്ള സാഹചര്യം നിൽക്കുമ്പോൾ 2026 നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അവിടെ പതറിയാലുണ്ടല്ലോ. 2029 എളുപ്പമല്ല. 2029 നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പ്രതിസന്ധി ഉണ്ടാകും. അത് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ജയിച്ചു, ഹരിയാനയിൽ ജയിച്ചു എന്നതുകൊണ്ട് മാത്രം തീരില്ല. ഉത്തർപ്രദേശ് വളരെ നിർണായകമാണ്. അവിടുത്തെ OBC വിഭാഗങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് രാജ്യത്ത് തന്നെ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് അവിടെ ഒരു വീഴ്ചയും വരാതിരിക്കാൻ ബി ജെ പി ശ്രദ്ധിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ബി ജെ പി ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ അംബേദ്കറിസവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ദിവസവും രാവിലെ വന്ന് പാർലമെൻറ്റിൽ ഈ ഭരണഘടന ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അവരവരുടെ രാഷ്ട്രീയ നയത്തെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് ഈ വിഭാഗങ്ങൾക്കിടയിൽ കൂടുതൽ പ്രചാരണങ്ങൾ നടത്തിയില്ലെങ്കിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും അത് നടപ്പാക്കുന്നതിലും അങ്ങേയറ്റം വിജയം കൈവരിച്ചിട്ടുള്ളൊരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിലുള്ള കഴിവിനെ നമ്മൾ ഒട്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഹരിയാനയിൽ പുഷ്പം പോലെ ജയിച്ചു വന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മഹാരാഷ്ട്രയിൽ പുഷ്പം പോലെ ജയിച്ചു വന്നത്.